ഇന്ന് പൊട്ടാറ്റോ സ്പെഷ്യൽ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായി 2 വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതൊന്ന് വേവിച്ചെടുക്കണം. എരിവുള്ള മുളക് പൊടിയാണ് അതിലേക്ക് ഇടുന്നത്. മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല. ഒന്നിളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ വേവിക്കണം. ഇനി ഇത് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കൊണ്ട് ഇത് വേകും. ഇനി അത് ഓപ്പൺ ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഒരു കണ്ണാപ്പ കൊണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തു മാറ്റാം. ഇതേമാതിരി പൊടിയാതെ വേവിച്ചെടുക്കണം. ഉപ്പ് ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുത്തത്. ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കളർ ചേഞ്ച് വരുന്നതിന് മുമ്പ് വറുത്തെടുക്കണം. മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് ഉപ്പ് പിടിക്കില്ല. അതുകൊണ്ട് ഈ പാകത്തിനാണ് വറുത്തെടുക്കേണ്ടത്. 3 ബാച്ചസ് ആയിട്ടാണ് ഞാനിത് വറുത്തത്. സാധാരണ നമ്മുടെ ചോറിനോടൊപ്പം കേർഡ് റൈസിനോടൊപ്പം ഇത് നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാം വറുത്തെടുത്തു. ഇനി വേണ്ടത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. സവാളയും ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്തു. പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. വെളുത്തുള്ളി സ്ലൈസ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഒരു കടായി ചൂടാക്കി അതിലേക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എണ്ണയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിക്കണം. വേറെ എണ്ണയൊന്നും എടുക്കണ്ട. ആദ്യം കടുകിട്ട് പൊട്ടിക്കണം. അതിനുശേഷം ഉലുവയും നല്ല ജീരകവും ഇടാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം ഇടാം. ഒരുമിച്ചിട്ടൂന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ വഴറ്റിയെടുത്താൽ മതി. ഞാനിതിൽ ചെറിയ ഉള്ളി ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ഒരു 4-5 ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കാം. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കഴിയും. ഇതേമാതിരി കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റണം. ഇതാണ് അതിൻ്റെ പാകം. ഇതിലേക്ക് കട്ട് ചെയ്ത ടൊമാറ്റോ ഇടാം. ഒരു 2 മിനിറ്റ് അതൊന്ന് വഴറ്റണം. ടൊമാറ്റോ വഴറ്റിയതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും കൂടി ചേർക്കണം. 2 മിനിറ്റ് അതിൻ്റെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റണം. പൊടികളെല്ലാം വഴറ്റിക്കഴിഞ്ഞു. പൊടികൾ വഴറ്റിക്കഴിഞ്ഞ് അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കണം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് പുളിയുള്ള പാട്ട തൈരൊന്നും എടുത്തൊഴിക്കരുത് കേട്ടോ. ചെറിയ പുളിയുള്ള തൈര് മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 1 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. അധികം വെള്ളം ഒഴിക്കരുത്. കാരണം നമ്മളിത് പെരണ്ടിരിക്കുന്ന ഒരു കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ പച്ചവെള്ളം ഒഴിക്കാനും പാടില്ല. ഗ്രേവി തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇടണം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അത് അടച്ചു വെക്കുകയൊന്നും വേണ്ട. ചെറിയ ഫ്ലെയിമിൽ സാവകാശം ഇരുന്ന് അതൊന്ന് സെറ്റാകട്ടെ. അപ്പോഴേക്കും അതൊന്ന് കുറുകി എരിവും പുളിയും ഒക്കെ പിടിക്കും. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ്. കറി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കണം. വീഡിയോയിലേക്ക് നോക്കുമ്പോൾ കറി കുറേശ്ശെയായി വറ്റി വരുന്നത് കാണാൻ കഴിയും. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകും. ഇത് വേണമെങ്കിൽ ചപ്പാത്തിയിൽ റോൾ ചെയ്തും എടുക്കാം. ഇത്രയും മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ആലു സ്പെഷ്യൽ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം.